ശോ, കല്യാണ ദിവസം അടുക്കുന്തോറും എന്തൊരു ടെൻഷനാ. എനിക്ക് വയ്യ. എന്തിനാ ടെൻഷൻ? നമ്മൾ ഒന്നിനും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ എല്ലാം കുളമാവും. ഈ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യത്തിന് ടെൻഷൻ അടിച്ചല്ലേ പറ്റൂ. പിന്നെ ചെറുക്കനാണെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ നടക്കുന്നു. ഭർത്താവാണ് ഈ ശത്രുവായി മാറി. ശോ, ഈ കല്യാണം നടന്നു കിട്ടുന്നവരെ മനസ്സിൽ തീയ. എന്തായാലും അമ്മ സമാധാനത്തോടെ ഇരിക്കെ. നമ്മളെല്ലാരും ഒന്നിച്ചില്ലേ? കല്യാണം ഭംഗിയായിട്ട് നടക്കും. നമ്മൾ നടത്തിയെടുക്കും. അത് തന്നെ. ദേ രുക്മിണി ആന്റിയും രമ്യയും. ഉണ്ടോ? ഇല്ല, ഉണ്ടില്ല. ഒരു സമാധാനം കിട്ടിയിട്ടല്ലേ വിസ്തരിച്ചൊന്ന് ഉണ്ണാൻ. ഓ കഷ്ടം. ഞാൻ ആ കാര്യം അല്ല ചോദിച്ചത്. വേണു അങ്കിള് അകത്തുണ്ടോന്ന് അറിയണ്ടേ? ഉണ്ട്, പുറകുവശത്തെ പറമ്പില. അതെ, ഒരു പ്രത്യേക കാര്യം വളരെ രഹസ്യമായിട്ട് പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ രുക്മിണി? കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പിടിയിന്ന് വഴുതി പോവാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുള്ളത്. അയ്യോ, അതുകൊണ്ട് രാജുവിന്റെ രമ്യയുടെ കല്യാണം നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? മനസ്സിലായില്ല. രാധമേ, ഓടുന്ന പട്ടിക്കെട്ട് ഒരു മുഴം മുമ്പേ അറിയണമെന്നാ പ്രമാണം. വർമ്മ സാറിന്റെ വീട്ടില് കാര്യങ്ങൾ സ്പീഡിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കല്യാണം നാളെ തന്നെ നടത്തിയാലോ? അയ്യോ, അപ്പൊ ഈ കല്യാണക്കുറിയൊക്കെ അടിച്ച സ്ഥിതിക്ക്? എടി, കല്യാണക്കുറി അടിച്ചിട്ടില്ലല്ലോ, പ്ലാൻ ചെയ്തേക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നാളെ തന്നെ നടത്തണം, അതാ ബുദ്ധി. അപ്പൊ ക്ഷണിച്ചവരൊക്കെയോ? എടി പ്രിയേ, അതിന് എവരോ നമ്മളോ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. മുഹൂർത്തം അറിയാതെ എങ്ങനെ ക്ഷണിക്കും? ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഗംഭീര റിസപ്ഷൻ നടത്തിയാ പോരെ? അത് മതി, അതാ ബുദ്ധി. ആ, അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ. മുഹൂർത്തം നോക്കാൻ ഞാനൊരു ജോത്സ്യനെ വിളിക്കാം. ജോത്സ്യൻ വരുന്ന സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോ നിങ്ങൾ അങ്ങോട്ട് വരണം. ശരി രുക്മിണി. ശരി, വാ മോളെ. ആ, ശരി. വാ മോളെ.